ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങി. ഒരു 7:30 മണി കഴിഞ്ഞപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത് കേട്ടോ. നേരം അവിടേക്ക് കറങ്ങി നടന്നതിന് ശേഷം അരി നമുക്ക് കുക്കറിൽ വെക്കാനായിട്ട് വന്ന് വെച്ചതാണ്. ചായ കൂടി ഞാനങ്ങ് നിർത്തി വെച്ചേക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞാൻ ചായ കുടിക്കാറുള്ളൂ, അത് ഞായറാഴ്ചയാണ്. കാര്യം എനിക്ക് ചായ കുടിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തിൽ കുടിക്കണം. അങ്ങനെ ഞാനും കല്യാണിക്കുട്ടിയും കൂടെ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് കലക്കി വെച്ചതിന് ശേഷം മുട്ട കറി വയ്ക്കാൻ എടുത്തു. നേരത്തെ തന്നെ മുട്ട പുഴുങ്ങാൻ ഇട്ടിരുന്നത് കൊണ്ട് മുട്ട അവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കാനായിട്ട് പ്രയാസമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ടു. നമ്മുടെ മുട്ടയിട്ട് കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും മുട്ടക്കറി റെഡി. എനിക്ക് കുട്ടിക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് എരിയും കുറച്ച് വെച്ചിട്ടാണ് മുട്ടക്കറി വെക്കുന്നത് കേട്ടാ. ഇന്നും ഈ മേടിക്കുന്ന പച്ചക്കറികളൊക്കെ കഴിച്ചു മടുത്തു. ഇന്നൊന്ന് പപ്പയ്ക്ക് തോരൻ വെക്കാന്ന് വെച്ചു. അപ്പം നമുക്ക് 2-3 പപ്പ താഴെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് ഒരു പപ്പയ്ക്ക് അടക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏത് പപ്പയെന്ന് ഏത് പപ്പയ്ക്ക് അടക്കും എന്നുള്ള കൺഫ്യൂഷനായി. മൊത്തത്തിലൊന്ന് കറങ്ങി ചുറ്റി നടന്നതിന് ശേഷം അവസാനം ഇതിൽ നിന്നൊരു ചെറുത് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പപ്പയ്ക്കയും പയറും കൂടി ഇട്ട് തോരൻ വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു ചെറിയ പപ്പയ്ക്ക് നോക്കി അടുത്തെടുത്തോട്ടോ. ഇനി പയറും കൂടി ഇട്ട് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തനിയെ പൊടിച്ചു വന്നിട്ടുണ്ട്. തക്കാളിയും പിന്നെ ഇത് ഈ പടർന്നു പോണ സംഭവമൊക്കെ. ഈ കാണുന്ന തക്കാളിയൊക്കെ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് നമ്മുടെ മല്ലിയിലയാണ് കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ ഇടുന്ന മല്ലിയില. അടിപൊളി ടേസ്റ്റും മണവും ഒക്കെയാണ്. പിന്നെ 1-2 വെണ്ട വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ മുളച്ച് വന്നപ്പോഴത്തേക്ക് ചെറിയ സന്തോഷം. ഇത് കുറച്ച് മുളക് അതും ഇതുമൊക്കെ നട്ടിട്ടുണ്ടൊക്കെ പൊടിച്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഹാപ്പി സൺഡേ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.